നമസ്കാരം, എല്ലാവർക്കും ഹിന്ദി ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്രിയ ഔർ ക്രിയാധാതു എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്രിയ അല്ലെങ്കിൽ ക്രിയാധാതു കൂടിയേ തീരൂ. ആദ്യമായി ക്രിയ എന്താണെന്ന് നോക്കാം. ചെയ്യുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനെയും ക്രിയ എന്ന് പറയാം. ഉദാഹരണത്തിന് നടക്കുക, ചെയ്യുക, പഠിക്കുക, തിന്നുക, പറയുക മുതലായവയെല്ലാം ഓരോ പ്രവർത്തനമാണ്. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളെയാണ് നാം ക്രിയ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ക്രിയ എല്ലായ്പ്പോഴും ന എന്ന ശബ്ദത്തോടെ അവസാനിക്കാറുള്ളൂ. കാണുക, ചൽന, കർണ, പഠന, ഖാന, കഹന എന്നിങ്ങനെയാണ് ക്രിയകൾ അവസാനിക്കാറ്. കൂടുതൽ ഉദാഹരണങ്ങളും അർത്ഥങ്ങളും എൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് സന്ദർശിക്കുക www.sharves.com/grammar. ഇനി നമുക്ക് ക്രിയാധാതു എന്താണെന്ന് നോക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്രിയ എപ്പോഴും ന എന്ന ശബ്ദത്തോടെയാണ് അവസാനിക്കുന്നത്. ഈ ന എന്ന ശബ്ദം ആ വാക്കിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ശേഷിക്കുന്നത് എന്ത് വാക്കാണോ ആ വാക്കിനെയാണ് നാം ക്രിയാധാതു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചൽന. ചലന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മലയാളത്തിൽ നടക്കുക എന്നർത്ഥം. ഈ ചലന എന്ന ക്രിയയിൽ നിന്നും ന എന്ന ശബ്ദം എടുത്തു മാറ്റിയാൽ ചൽ എന്ന ശബ്ദം ലഭിക്കും. ചലന എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ് ചൽ. അതുപോലെ കർണ, മലയാളത്തിൽ ചെയ്യുക എന്ന അർത്ഥം. ഇതിൽ നിന്ന് ന എന്ന ശബ്ദം എടുത്തു മാറ്റിയാൽ കർ എന്ന ശബ്ദം കിട്ടും. കർണ എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ് കർ. അതുപോലെ തന്നെ ഖാന. ഖാന എന്ന ക്രിയയുടെ അർത്ഥം തിന്നുക എന്നതാണ്. ഇതിൽ ന എന്ന ശബ്ദം എടുത്തു മാറ്റിയാൽ ഖ എന്ന ക്രിയാധാതു ലഭിക്കും. ഇവിടെ കുറച്ച് ക്രിയയും ക്രിയാധാതുക്കളും തന്നിരിക്കുന്നു. പഠിച്ച് ഹൃദിസ്ഥമാക്കാവുന്നതാണ്. കൂടുതൽ ഉദാഹരണങ്ങളും ക്രിയകളും അവയുടെ അർത്ഥം സഹിതം എൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത പാഠം വിഭക്തി പ്രത്യയങ്ങളാണ്. അതിനായി എൻ്റെ അടുത്ത വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി.